ഓം ശ്രീ സായിരാം. എല്ലാമായ സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, സ്വാമിക്ക് എല്ലാം അറിയാം. നമുക്ക് ഓംനീഷ്യൻ്റാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ പറയുന്നതെല്ലാം സ്വാമിയുടെ സങ്കല്പമാണ്. പക്ഷെ പലപ്പോഴും നമ്മളിത് മറന്നു പോകാറുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് 50കളിലെന്ന് ഓർത്തോളൂ, പ്രൊഫസർ കസ്തൂരിയും സ്വാമിയുടെ ജീവചരിത്രം എഴുതിയ സത്യം ശിവസുന്ദര എഴുതിയ പ്രൊഫസർ കസ്തൂരിയും പ്രൊഫസർ കസ്തൂരിയുടെ അമ്മയും കൂടി ഇടയ്ക്ക് പുട്ടപർത്തിയിൽ വരും. പ്രശാന്ത് നിലയത്തിൽ വരുമ്പോൾ അവർ സ്വാമിക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊണ്ടുവരും. വെറ്റില മേടിക്കും, അടക്ക മേടിക്കും, എന്തെങ്കിലും അങ്ങനെയുള്ള നല്ല കോഫി പൗഡർ മേടിക്കും. ബാംഗ്ലൂരിൽ നിന്ന് ഇതെല്ലാം മേടിച്ചിട്ടാണ് ഒരു പ്രശാന്ത് നിലയത്തിൽ വരിക. അങ്ങനെ പ്രശാന്ത് നിലയത്തിലേക്ക് വരുമ്പോൾ അമ്മയും പ്രൊഫസർ കസ്തൂരിയും കൂടി ഒരു കടയിൽ കയറി. കടയിൽ കുറേ കുപ്പികൾ ഇരിക്കുന്നുണ്ട്. അമ്മ ചോദിച്ചപ്പോൾ അതെല്ലാം കൂൾ ഡ്രിങ്ക്സ് ആണെന്ന് പറഞ്ഞു. കൂൾ ഡ്രിങ്ക്സ് ആണ്. അപ്പോൾ അമ്മയ്ക്കൊരാഗ്രഹം, 2-3 കുപ്പി കൂൾ ഡ്രിങ്ക്സ് സ്വാമിക്ക് മേടിക്കണം. കാരണം ഈ അമ്മ ആദ്യമായിട്ട് കൂൾ ഡ്രിങ്ക്സ് കാണുന്നത്. അപ്പോൾ ഭഗവാന് കസ്തൂരി അതൊന്നും സ്വാമി കഴിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അമ്മ നിർബന്ധിച്ചു, മേടിക്കണം. കസ്തൂരി കൂൾ ഡ്രിങ്ക്സ് മേടിച്ചു. പക്ഷെ മനസ്സിലൊന്ന് ചിന്തിച്ചു, സ്വാമി കുടിച്ചില്ലെങ്കിൽ എനിക്ക് കുടിക്കാമല്ലോ എന്ന്. എത്രയും മനസ്സിൽ ചിന്തിച്ചല്ലോ, സ്വാമി കുടിച്ചില്ലെങ്കിൽ എനിക്ക് കുടിക്കാമല്ലോ. പ്രശാന്ത് നിലയത്തിലെത്തി സ്വാമിയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. വെറ്റില കൊടുത്തു, അടയ്ക്ക കൊടുത്തു, കാപ്പിപ്പൊടി കൊടുത്തു, എല്ലാ സാധനങ്ങളും സ്വാമിയുടെ അടുത്ത് വെച്ചു. ഇപ്പം കസ്തൂരിയുടെ ഇല്ല പൊതിയുണ്ട്. പൊതി സ്വാമി വെച്ചു. ഇതെന്താ ഈ പാക്കറ്റ് എന്താണെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, സ്വാമിക്ക് കൂൾ ഡ്രിങ്ക്സ് ആണെന്ന് പറഞ്ഞു. നമുക്ക് ഭയങ്കര സന്തോഷം, സ്വാമിക്ക് കുടിക്കാനുള്ള കൂൾ ഡ്രിങ്ക്സ് ആണ്. സ്വാമി പറഞ്ഞു, കൂൾ ഡ്രിങ്ക്സ് ഞാൻ കുടിക്കാറില്ല, ഒരു കാര്യം ചെയ്തോളൂ, കസ്തൂരിക്ക് കുടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അവന് കൊടുത്തോളാം. കൂൾ ഡ്രിങ്ക്സ് ഞാൻ കഴിക്കാറില്ല, കസ്തൂരിക്ക് കുടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ബാംഗ്ലൂർ പറഞ്ഞതാണ്, വിചാരിച്ചതാണ്. സ്വാമി കുടിച്ചില്ലെങ്കിൽ എനിക്ക് കുടിക്കാമല്ലോ എന്ന് ബാംഗ്ലൂർ വിചാരിച്ചതാണ്. പുട്ടപർത്തിയിൽ സ്വാമി പറയുകയാണ്, കസ്തൂരിക്ക് അത് കുടിക്കാനുള്ള ആഗ്രഹമുണ്ട്, അതുകൊണ്ട് കസ്തൂരിക്ക് കൊടുത്തോളാൻ പറയാം. ഇത് വലിയൊരു കാര്യമായിട്ട് നമ്മൾ എപ്പോഴും ഓർക്കണം. നമ്മൾ എന്ത് ചിന്തിച്ചാലും, എന്ത് പറഞ്ഞാലും, എന്ത് ചെയ്താലും സ്വാമിയുടെ കണ്ണുകൾ നമ്മുടെ മുമ്പിലുണ്ട്, നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിനെ നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയൊരു ബ്രേക്കാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സ്വാമി ആഗ്രഹിക്കുന്ന പോലെ മാത്രം ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും സ്വാമി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് സായി.